നമ്മൾ ജീവിക്കുന്നത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പൊക്കെ ട്രെൻഡിങ് ആയ ഇക്കാലത്താണ്. ഇന്നത്തെ കാലത്ത് വിവാഹത്തെ പോലെ തന്നെ ലിവിങ് റിലേഷൻഷിപ്പും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബാധ്യതകളില്ലാതെ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ പേരും ലിവിങ് ടുഗദർ ബന്ധങ്ങളിലേക്ക് കടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ ലിവിങ് ടുഗദർ ബന്ധങ്ങൾക്ക് സാധിക്കുമെന്നതാണ് ഇതിലെ പ്രത്യേകത. എന്നാൽ ലിവിങ് ടുഗദർ പോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച മുഴുവൻ നടക്കുന്നത്. പറഞ്ഞു വരുന്നത് ജപ്പാനിൽ മാത്രം കണ്ടുവരുന്ന ഫ്രണ്ട്ഷിപ്പ് മാരേജിനെ കുറിച്ചാണ്. പ്രണയവും ലൈംഗികതയും ഇല്ലാതെ ഒരുമിച്ച് പങ്കാളികളായി ജീവിക്കുന്നതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന് വിളിക്കുന്നത്. ജപ്പാനിൽ ഏകദേശം 124 ദശലക്ഷമാണ് ജനസംഖ്യ. ഈ ജനസംഖ്യയുടെ 1% പേരും ഇത്തരം ഫ്രണ്ട്ഷിപ്പ് മാരേജിലേക്ക് കടക്കുകയാണെന്നാണ് ജപ്പാനിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരമ്പരാഗത വിവാഹത്തിൽ നിരാശരായ അലൈംഗിക വ്യക്തികളും സ്വവർഗ രതിക്കാരും ഭിന്നലിംഗക്കാരും ഫ്രണ്ട്ഷിപ്പ് മാരേജിൽ ആകൃഷ്ടരാകുന്നു. ഇത്തരം വിവാഹത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കോളറസ് എന്ന ഏജൻസിയാണ് ജപ്പാനിലെ പുതിയ ട്രെൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. 2015 ഓഗസ്റ്റ് മുതൽ 500ഓളം പേർ ഇത്തരം വിവാഹബന്ധം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് കോളറസ് പുറത്തുവിട്ട വിവരങ്ങളിൽ വ്യക്തമാക്കുന്നു. പങ്കാളികൾ നിയമപരമായി ഇണകളാണെങ്കിലും പ്രണയമോ ലൈംഗിക ബന്ധമോ ഇല്ലാത്ത തരത്തിലുള്ള ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ്. അവർക്ക് ഒരുമിച്ചോ അല്ലാതെയോ ജീവിക്കാം. കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികളുണ്ടാക്കാൻ തീരുമാനിക്കാം. ഈ ബന്ധത്തിൽ പരസ്പര ഉടമ്പടി ഉള്ളിടത്തോളം രണ്ട് വ്യക്തികൾക്കും വിവാഹത്തിന് പുറത്തുള്ള മറ്റാളുകളുമായി പ്രണയബന്ധം തുടരാൻ സ്വാതന്ത്ര്യമുണ്ട്. പരമ്പരാഗതമായി നിലനിൽക്കുന്ന വിവാഹമോ പ്രണയിച്ച് ഉറ്റ സുഹൃത്തിനെ വിവാഹം കഴിക്കുന്ന രീതിയോ അല്ല ഇവിടെ നിലനിൽക്കുന്നത്. പകരം ഈ ബന്ധത്തിന് കീഴിൽ ദമ്പതികൾ സാധാരണയായി വിവാഹത്തിന് മുമ്പ് കണ്ടുമുട്ടും. ശേഷം ജീവിതത്തിൽ വേണ്ട എല്ലാ തീരുമാനങ്ങളും എടുക്കും. ചിലവുകൾ എങ്ങനെ വീതിക്കും, പാചകം, തുണി അലക്കൽ എന്നിങ്ങനെ നിത്യജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം അവർ ചർച്ച ചെയ്യും. ഈ ബന്ധം അൺറൊമാൻറ്റിക് ആണെന്ന് തോന്നുമെങ്കിലും ഇത്തരം ചർച്ചകൾ 80% ദമ്പതികളെയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് കോളറസ് പറയുന്നു. ഇങ്ങനെ ബന്ധം ആരംഭിച്ചവരിൽ കുറച്ചുപേർ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ശരാശരി 32 വയസ്സുള്ളവരാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന സമ്പ്രദായത്തിലേക്ക് കടക്കുന്നത്. പരമ്പരാഗത വിവാഹ രീതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അലൈംഗിക വ്യക്തികൾക്കിടയിൽ ഈ പ്രവണത വലിയ രീതിയിൽ കണ്ടുവരുന്നു. മാത്രമല്ല, പരമ്പരാഗത വിവാഹ രീതികളോ പ്രണയബന്ധങ്ങളോ ഇഷ്ടപ്പെടാത്ത എന്നാൽ സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വിധേയരായ ചില സ്വവർഗ അനുരാഗികളും ഈ പുതിയ പ്രവണത സ്വീകരിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ ഏർപ്പെട്ട ചില ദമ്പതികൾ ഡിവോഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ചില ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.